അല്ലെങ്കിൽ ഈ മക്കളൊക്കെ മരിച്ചു പോകൂലേ? ആരാ അവിടെ ബാക്കിയാകുക? ഇതൊക്കെ കുറച്ച് സമയത്തിൻ്റെ പ്രശ്നമുള്ളൂ. ഇന്ന് മരിച്ചില്ലെങ്കിൽ നാളെ മരിക്കും, നാളെ മരിച്ചില്ലെങ്കിൽ മറ്റന്നാളെ മരിക്കും. മരിക്കാതിരിക്കുമെങ്കിൽ അതിലൊക്കെ കാര്യം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും മരിക്കും. ആരെങ്കിലും മരിക്കാതിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ മരിക്കാതിരിക്കുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിട്ടില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് എല്ലാവരും മരിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം. അല്ലേ? അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ബാക്കിയും, എല്ലാവരും മരിച്ചു പോവും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് മരിക്കാനുള്ളതാണ് ഈ ശരീരം, ഇത് നശിക്കാനുള്ളതാണ് ഈ ദുനിയാവ്. ഇതൊരു പരീക്ഷണം. ഒരു കുറച്ച് സമയത്തേക്ക് നമ്മളെ അള്ളാഹു ഈ ഭൂമിയിലേക്ക് അയച്ചത് ഒരു പരീക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. അത് തിരിച്ചറിയാന്നുള്ളതാണ് സഹോദരങ്ങളെ, അത് തിരിച്ചറിയാന്നുള്ളതാണ് ഈ ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തേണ്ടത്. അതാണ്. ഒരു പത്രം വായിക്കുമ്പോഴും ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് അതാണ്. ഞാൻ തിരിച്ചു പോകേണ്ടവനാണല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് ഈ ഒരു സമയത്ത് ഈ ക്ലാസ് കഴിഞ്ഞ് പോണീൻ്റെ മുമ്പ്, അല്ലെങ്കിൽ ഈ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തുന്നതിൻ്റെ മുമ്പ് നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കുന്നു? നാളെ രാവിലെ സുബഹി നമസ്കരിക്കാൻ നമ്മളില്ല എങ്കിൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ ഒരു മാറ്റം ഉണ്ടാവില്ല. നാളെ പള്ളിക്ക് സുബഹി ജമാഅത്ത് ഉണ്ടാവും, നിങ്ങളുണ്ടാവില്ല എന്നുള്ളൂ. പള്ളിക്ക് ഇമാമുണ്ടാവും, മഅ്മൂമുണ്ടാവും. അല്ലേ? നാളെ കോഴിക്കോട് എയർപോർട്ടിൽ വിമാനം പൊന്തും. ഏത് രാജ്യത്തിൻ്റെ ഭരണാധികാരി മരിച്ചാലും ഒരു ഫ്ലൈറ്റും പൊന്താതക്കൂല. ഏത് വിമാനാപകടം സംഭവിച്ചാലും ആ അപകടത്തിൽപ്പെട്ട വിമാനം പോയി എന്നല്ലാതെ ബാക്കിയുള്ള വിമാനങ്ങൾ കറക്റ്റ് സമയത്തിന് പോകും. ഒരാൾക്കും വേണ്ടി ഇവിടെ ഒന്നും നിർത്തിവെക്കൂല സഹോദരങ്ങളെ. ഈ ദുനിയാവ് ചലിച്ചു കൊണ്ടേയിരിക്കും. അതിൻ്റെ ഒരു സുന്നത്താണ്, നടപടിക്രമം അതാണ്. മരിച്ചു പിരിഞ്ഞ നമുക്ക് മാത്രമാണ് നഷ്ടം. ഇന്ന് നമ്മളെപ്പോഴും ആലോചിക്കേണ്ട പോയിന്റാണ്. ആൾക്കാർ നേരെ തിരിച്ചാണ് ആലോചിക്കാം. ഞാൻ മരിച്ച എൻ്റെ കുട്ടികളെന്താ ചെയ്യുക, ഞാൻ മരിച്ച എൻ്റെ പെണ്ണുങ്ങളെന്താ കാട്ടുക? അതൊക്കെ ഒരു തോന്നൽ മാത്രമാണ്. അല്ലേ? നമ്മളെ നാട്ടിൽ നമ്മൾ സഹായം കൊടുക്കാൻ വേണ്ടി പോവും. ഓരോ പെരയ്ക്ക് സഹായം കൊടുക്കാൻ വേണ്ടി പോവുമല്ലോ. അപ്പോൾ എപ്പോഴും എത്തിയും കുട്ടികളല്ലേ പെരയ്ക്കാണ് കൊണ്ടേ കൊടുക്കുക. അപ്പോൾ ഒരു പെരയ്ക്ക് 3-4 കിറ്റൊക്കെ ഉണ്ട്, നോമ്പിൻ്റെ കിറ്റും പൈസയും കുറേ ഡ്രസ്സും ഒക്കെ കൊണ്ടേ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഒരു പെരയിലൊരു ഉമ്മ അങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്. ഉമ്മാക്ക് വല്ലതും കിട്ടുമോ നോക്കണം. അവിടെ അങ്ങനെ കൊടുക്കുമ്പോൾ ഉമ്മാനെ കണ്ടാൽ ചിലപ്പോൾ ചിലരുണ്ടല്ലോ കാണുമ്പോൾ ഒരു കൊടുക്കല്, നമ്മ അത് പിടിച്ചോളി പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കണക്കായിട്ട് കൊണ്ടുവരാണ്, ഇത് കൊടുക്കാനല്ല നമ്മളെടുത്ത്. അപ്പം ഉമ്മ പറഞ്ഞൊരു ഡയലോഗുണ്ട്, അങ്ങനെ മനസ്സിൽ കൊത്തി വെച്ചോളി എല്ലാവരും. ആ അമ്മ പറയണേ, ഇവിടെ ഒരു തന്തണ്ട്, ഒരു പണിക്കും പോവില്ല. അയാൾ ഇവിടെ കുത്തിറക്കണോണ്ട് ഞങ്ങൾക്കൊത്തും കിട്ടണമില്ല. അയാൾ മരിച്ചാൽ 4 കിറ്റെങ്കിലും കൊണ്ടുവന്നു ആൾക്കാരെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മരിച്ചാൽ ചിലപ്പം നമ്മൾ വിചാരിച്ചതിനേക്കാൾ മെച്ചത്തിലേക്കാരം നമ്മളെ മക്കളും പെണ്ണുങ്ങളൊക്കെ. നമ്മളൊരു തോന്നലാണ്, നമ്മളിവിടെ അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഇവരൊക്കെ അങ്ങനെ നിന്ന് പോണത്. അങ്ങനെ ഒരു വിചാരം വേണ്ട. മരിച്ചു പോയി നമ്മൾ നല്ലോണം ആലോചിച്ചോളൂ. നമ്മൾ ഒറ്റ പോയിന്റ് ആലോചിച്ചാൽ മതി. മരിച്ചാൽ നമ്മളവസ്ഥ എന്തേക്കാരം? ഓലവസ്ഥ അല്ല, നമ്മളവസ്ഥ കബറിൽ എന്തായിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ കബറിൽ ഇങ്ങനെ കിടക്കണത് പിന്നെ എന്തിനാണ്? വല്ലാത്തൊരവസ്ഥ. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ മരിച്ച് നമ്മൾ ആ കബറിൽ ഇങ്ങനെ കിടക്കണേ, പിന്നെ എന്തിനാണ് ആ കബറിൽ കിടക്കണേ? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനല്ല. ഒരു കിയാമത്ത് നാൾ വരാണ്ട്, ആ കിയാമത്ത് നാളിന് കാത്തിങ്ങനെ കിടക്കുകയാണ്. ഒരു വിചാരണ വരാണ്ട്, ആ വിചാരണയിൽ എൻ്റെ ഏട് വരും. ആ ഏടിൽ എന്തൊക്കെയുള്ളത് നമ്മക്ക് തന്നെ അറിയാം. നമ്മൾ ചെയ്ത് കൂട്ടിയത് മുഴുവൻ നമുക്കറിയാം. ആ നമ്മൾ ചെയ്ത് കൂട്ടിയതിൻ്റെ വിചാരണ തടവുകാരനായിട്ട് ആ കബറിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇത് പടച്ചോന്ന് പുറത്തെടുത്തൊന്ന് പരിശോധിക്കാണ്ട് അത് മാത്രം ഇനി ബാക്കിയുള്ളൂ. ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലാനുള്ള വകുപ്പിഞ്ഞില്ല, ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ ഇനി ഗ്യാപ്പില്ല, ഒരായത്തോതാനുള്ള ഗ്യാപ്പിഞ്ഞില്ല. ഓതിയിട്ട് കാര്യമല്ല, ഓതാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കബറിൻ്റെ വക്കിലൂടെ അങ്ങനെ നടന്നു പോവുക, ഖബർസ്ഥാനൂടെ. നിങ്ങളെ ഖബർസ്ഥാനൂടെ നടന്നു പോണ അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പോൾ നല്ല പുതിയ കബർ കണ്ടാൽ വേഗം മനസ്സിലാവും. അവിടെ കുറച്ചും ഒരു നനവുണ്ടാവും, പുതിയ മണ്ണിൻ്റെ അടയാളം ഉണ്ടാവും, അവിടുത്തെ ചെടി എന്തൊക്കെ ഒന്ന് അലങ്കോലായി കിടക്കുന്നുണ്ടാവും. അത് കണ്ടാൽ മനസ്സിലാവും ഇത് പുതിയ കബറാണ്. ഒരു പുതിയ ദുഫിന ഹദീസ് എന്ന പറഞ്ഞത് വളരെ റീസെൻ്റായിട്ട് മറവ് ചെയ്യപ്പെട്ട ഒരു ഖബറിൻ്റെ അരികിലൂടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തുമായിട്ട് കടന്നു പോവുകയാണ്. അപ്പോൾ റസൂൽ ചോദിക്കാണ്, ഈ ഖബറാളിപ്പം എന്താണ് ആലോചിക്കണത് നിങ്ങൾക്ക് അറിയോ? ഈ ഖബറാളിപ്പം എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയോ?
നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ദുനിയാവിൽ അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാനുള്ള സമയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാളുടെ ദുനിയാവിലെ ജീവിതത്തിൽ ഇനി ബാക്കിയുള്ള ആയുസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താന്ന് ആ കബറാളി മനസ്സിലാക്കി കുത്തിരിക്കണം. അവിടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനുള്ളതാണെന്ന്. എത്ര സമയം സഹോദരങ്ങളെ കഴിഞ്ഞുപോയി. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് എത്ര സമയം വേണം? 2 മിനിറ്റ് മതി അല്ലേ? നമ്മളിങ്ങനെ നോക്കൂലേ, ജമാഅത്തിന് 2 മിനിറ്റും കൂടി ഉണ്ട് ഇക്കാമത്ത് കൊടുക്കാൻ. നമ്മൾ സുന്നത്ത് നിസ്കരിച്ചൂലേ, അത്ര മതി. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച 2 മിനിറ്റ്. അതിനാണ് അയാൾ ജീവിതത്തിൽ ഏറ്റവും വിലമതിക്കുന്നത് എന്നയാൾ തിരിച്ചറിഞ്ഞു. അതാരോടാ പറയണത്? ജീവിച്ചിരിക്കുന്ന സഹാബത്തിനോട്. ആ സഹാബത്ത് താബീങ്ങൾക്കും താബീങ്ങൾക്കും പറഞ്ഞു കൊടുത്ത് നമ്മളത് കേട്ടു. എന്തിന് സഹോദരങ്ങളെ? അത് അമലാക്കാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ വില മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇതിലൊന്നൊരു കാര്യമില്ല. ഈ ദുനിയാവിൻ്റെ പളവളപ്പിലോ ദുനിയാവ് ആർക്കെങ്കിലും കുറെ കിട്ടി എന്നതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. നമുക്ക് കിട്ടിയില്ല എന്നതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. അതിന് അല്ലാഹു ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. ദുനിയാവിനെന്തെങ്കിലും ഒരു വര അള്ളാഹു കൽപ്പിച്ചിരുന്നെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂല് പട്ടിണി കിടക്കുമായിരുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂല് ഈത്തപ്പനയുടെ പരിപരുത്ത പായയിൽ ഓലയിൽ കിടന്നുറങ്ങുമായിരുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ റൂമിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന കാലഘട്ടത്തിലാണ് കടന്നു ചെല്ലുന്നത്, മക്ക കാലഘട്ടത്തിലല്ല. മദീന കാലഘട്ടത്തിൽ റസൂലിൻ്റെ റൂമിലേക്ക് ചെന്നിട്ട് അവിടെ ഒന്നും കാണാനാണ്, കുറച്ച് ബാർലി മാത്രമാണ് ആ വീട്ടിലുള്ളതെന്നാണ് പറഞ്ഞത്. പലപ്പോഴും പട്ടിണിയായിരുന്നു എന്നാണ്. 2 ദിവസം തുടർച്ചയായി അവർ വയർ നിറച്ചുണ്ടിട്ടില്ല എന്നാണ്. അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കറി പോലും കൂട്ടാൻ, ആ ഗോതമ്പിൻ്റെ റൊട്ടിയിലേക്ക് ഒരു കറി കൂട്ടാൻ അവർക്കുണ്ടായിരുന്നില്ല എന്നാണ്. കുളമ്പൊക്കെ തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം നീരൊക്കെ ചേർത്തിട്ടാണ് അവർ മാസങ്ങൾ ഉപയോഗിച്ചിരുന്നത് ഹദീസുകളിൽ കാണാൻ പറ്റും സഹോദരങ്ങളെ. അത്രയും ദാരിദ്ര്യത്തിലൂടെ ജീവിച്ച ഒരു പ്രവാചകൻ. ഹന്തക്ക് യുദ്ധത്തിന് കിടങ്ങ് കുഴിക്കുമ്പം സഹാബത്ത് വന്ന് കാണിച്ചു കൊടുക്കാണ്. എന്ത്? റസൂലേ, അത്രയും പ്രയാസത്തിലാണ്, പട്ടിണിയിലാണ്. ഓരോരുത്തര് ഡ്രസ്സ് പൊന്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. കല്ല് കെട്ടിയിട്ടാണ് എന്ത് ചെയ്യണത്? കിടങ്ങ് കുത്തുന്നത്. അള്ളാന്റെ റസൂല് സ്വന്തം ഡ്രസ്സ് പൊക്കി കാണിച്ചെടുത്തു. അവിടെ 2 കല്ലാണ് കെട്ടിക്കണത്, 2 കല്ല്. അങ്ങനത്തെ ഒരു പ്രവാചകനെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? നിങ്ങൾ എങ്ങനെ ആ നബിയെ സ്നേഹിക്കാതിരിക്കും? അല്ലേ? യാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തെ എന്ന് പറഞ്ഞ് വിലപിച്ച ഒരു പ്രവാചകൻ. അല്ലേ? ഇപ്പോൾ നമ്മളിങ്ങനെ തറാവീൻ്റെ റക്അത്തിന്റെ വലിയ ചർച്ച നടക്കുന്നുണ്ടല്ലോ. തറാവീൻ്റെ റക്അത്ത് 8 ആണോ 23 ആണോ 11 ആണോ? സഹോദരങ്ങളെ, ഹദീസ് പരിശോധിക്കുമ്പം വളരെ വ്യക്തമാണ് എത്രയാണെന്നുള്ളത്. ആ ഹദീസിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ദിവസം നിസ്കരിച്ചിട്ട് പിന്നെ 3-ാമത്തെ ദിവസം നബി പള്ളിയിൽ വന്നില്ല എന്നാണ്. എന്തേ വരാഞ്ഞത്? 2-ാമത്തെ ദിവസമായപ്പോൾ പള്ളി നിറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരം പള്ളിയിൽ നോമ്പിന് ജമാഅത്തായി നമസ്കരിച്ചിട്ടുണ്ട് എന്നുള്ള ന്യൂസ് സ്പ്രെഡായി. പള്ളിയിൽ മുഴുവൻ സഹാബത്ത് ഒത്തുകൂടി. 3-ാമത്തെ ദിവസം പള്ളി നിറഞ്ഞു നിൽക്കുകയാണ്. നബി വന്നില്ല നിസ്കരിക്കാൻ വന്നില്ല. നമുക്ക് മദീന പള്ളി പോയി കണ്ടവർക്കറിയാം നബിയുടെ വീടും നബിയുടെ മിമ്പറും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന്. വളരെ അടുത്താണ്. ഇവിടെ മിഹ്റാബാണെങ്കിൽ ഇവിടെ നബിൻ്റെ റൂമാണ്. അവിടെ ഒരാൾ പോയിട്ട് വാതിൽ മുട്ടിയില്ല. എന്താ പ്രവാചകരെ, താങ്കൾ നിസ്കരിക്കാൻ വരുന്നില്ലെന്ന്. സുബൈക്കാണ് നബി വരുന്നത്. ആളുകൾ മുഴുവൻ പള്ളിയിലിരുന്ന് തൂങ്ങി ഉറങ്ങാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഇശാക്ക് തറാവിസ്കരിച്ചാൽ വന്ന ആൾക്കാർ നബിനെ കാത്ത് പള്ളിയിലിരുന്ന് ഉറങ്ങിപ്പോയി. നബി സുബൈക്ക് വരികയാണ് നിസ്കരിക്കാം. എല്ലാവരും കൂടി എന്താ ഇവിടെ ഇരിക്കണമെന്ന്. അപ്പം നിങ്ങൾ 2 ദിവസം തറാവിസ്കരിച്ചപ്പോൾ ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷെ നിങ്ങൾ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതാണ്. കാരണം എന്താ നിങ്ങൾ, ഞാനെങ്ങാനും നിസ്കരിച്ചിട്ട് അതെങ്ങാനും നിർബന്ധമാക്കിയാൽ, നിങ്ങൾ ആവേശമൊക്കെ കണ്ടിട്ട് പടച്ചോനി തറാവി എങ്ങാനും നിർബന്ധമാക്കിയാൽ നിങ്ങൾക്കൊരു പക്ഷേ നിസ്കരിക്കാൻ സാധിക്കും. വരാനിരിക്കുന്ന എൻ്റെ ഉമ്മത്തിന് നിസ്കരിക്കാൻ കഴിഞ്ഞോണമെന്നില്ല എന്നാണ്. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം വരാതിരുന്നതാണ്. ആരോടുള്ള സ്നേഹം? നമ്മളോടുള്ള സ്നേഹം. വർഷങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന സ്വന്തം ഉമ്മത്തിനോടുള്ള നമ്മളെ ഈമാനില്ലാത്ത, അത്രത്തോളം ഈമാനില്ലാത്ത നമ്മളെക്കുറിച്ചുള്ള
ആലോചനയാണ് സഹോദരങ്ങളെ ആ പ്രവാചകൻ അതിന് പ്രേരിപ്പിച്ചെന്ന് പറയുമ്പം നമ്മളെ കാര്യത്തിൽ, ഉമ്മത്തിൻ്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രത്തോളം കൺസേൺ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ആ പ്രവാചകനെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? അത് സ്നേഹിക്കൽ എങ്ങനെയാണ്? അത് സ്റ്റിക്കർ ഒട്ടിക്കലല്ല. ആ പ്രവാചകനെ ജീവിതത്തിലൂടെ നെഞ്ചോട് ചേർക്കണം. അത് നമ്മൾ മക്കളെ പഠിപ്പിക്കുമ്പോഴാണെങ്കിൽ, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച്, ഈ ദീനിനെക്കുറിച്ച്, ഈ പ്രവാചകനെക്കുറിച്ച് നമ്മൾ പറയണം. നമ്മളെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഈ ദീനാണ്. അതിന് നമ്മൾ ഒരു മടിയും കാണിക്കേണ്ടതില്ല. ഇത് അള്ളാഹുവിൻ്റെ ദീനാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച, ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്ന റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനാണ്. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതിൽ ഒരു കോംപ്ലക്സിൻ്റെ ആവശ്യമില്ല. ഒരു കോംപ്ലക്സ്. ഇത് അള്ളാഹുവിൻ്റെ മതമാണ്. ഈ പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ മതമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കാവൂ. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കണം എന്ന ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ശാസനയാണ്, ആ മതമാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ ജീവിതത്തിൽ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. ആ അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ജീവിതത്തിൽ എന്ത് ചെയ്യുള്ളൂ? റബ്ബായിട്ട്, ഇലാഹായിട്ട് അംഗീകരിക്കുന്നുള്ളൂ. ആ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ആ റബ്ബിനോട് മാത്രമേ സഹായം തേടാവൂ. ആ റബ്ബിനോട് മാത്രമേ പാപം പൊറുക്കണേ എന്ന് പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ റബ്ബിനെ ആരാധിക്കുന്നതിൽ ഒരു വീഴ്ച വരുത്താതെ, ആ റബ്ബിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ, ഏത് പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ആ അള്ളാഹുവിനെ തവക്കുൽ ചെയ്തുകൊണ്ട് നമ്മൾ ക്ഷമയോടുകൂടി നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് സഹോദരങ്ങളെ ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ, ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചു എന്ന് നമുക്ക് ആശ്വസിക്കാൻ പറ്റുക. ഓരോ പ്രയാസം വരുമ്പോഴും നമ്മൾ ജയിച്ചിട്ടുണ്ടോ തോറ്റിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ അള്ളാഹു നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ മതി. ഒരു ചെറിയ പ്രയാസം ഉണ്ടായപ്പം നമ്മളെ നിസ്കാരം കുറഞ്ഞു, നമ്മളെ ഓത്ത് കുറഞ്ഞു, നമ്മളെ ദിക്റുകൾ കുറഞ്ഞു, നമ്മൾ അള്ളാഹുവിൽ നിന്ന് അകലുകയാണ് ചെയ്തിട്ടുള്ളെങ്കിൽ അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. അതെന്താണെങ്കിലും, നിങ്ങൾക്ക് ജോലി നന്നായി, ദുനിയാവ് കൂടിയപ്പം ഖുർആനോത്ത് കുറഞ്ഞോ, നിങ്ങളെ സുന്നത്ത് നമസ്കാരം പോയോ, തഹജ്ജുദ് നഷ്ടപ്പെട്ടോ, സഹോദരങ്ങളെ ആ ദുനിയാവ് പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ പരാജയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ്. അതല്ല ഒരു നിങ്ങൾ ദുനിയാവ് കൂടുതൽ കിട്ടി, നിങ്ങൾ കൂടുതൽ സ്വതക്ക ചെയ്തു, നിങ്ങൾ കൂടുതൽ സുന്നത്ത് നമസ്കരിക്കാൻ തുടങ്ങി, നിങ്ങൾ കൂടുതൽ ഖുർആൻ ഓതാൻ തുടങ്ങി, നിങ്ങൾ കൂടുതൽ ഖുർആൻ പഠിക്കാൻ തുടങ്ങി, നിങ്ങൾ കൂടുതൽ സ്വതക്കയും സക്കാത്തും കൊടുത്തു, നിങ്ങൾ കൂടുതൽ ഔദാര്യവാനായി, നിങ്ങൾ കൂടുതൽ കാരുണ്യം കാണിക്കാൻ തുടങ്ങിയെങ്കിൽ ആ പരീക്ഷണം നിങ്ങൾക്ക് പോസിറ്റീവാണ്. നിങ്ങൾ അല്ലാഹുവിലേക്ക് കൂടുതൽ അടുത്തു. ആ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത് വളരെ സിമ്പിളാണ്. ഇതിൽ ഈ ദീൻ എന്നുള്ളത് ഏറ്റവും ലളിതമാണ്, അല്ലേ? ലളിതമാണ്. മതം എന്നുള്ളത് ഒരു പ്രയാസമില്ല. 5 നേരം നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈമാൻ ഇങ്ങനെ ഡൗൺ ആകുമ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കും, തിരക്കൊക്കെ കൂടി കുറേ ഓപ്പറേഷനൊക്കെ കൂടി ആകുമ്പം ഞാൻ എപ്പോഴും അങ്ങനെ ആലോചിച്ചാൽ, ഇപ്പം ഇന്നലെ ഓതിയിട്ടില്ല, മിഞ്ഞാന്ന് ഓതിയിട്ടില്ല, പടച്ചോനെ നമ്മളെ ജീവിതം നഷ്ടത്തിലേക്കാണല്ലോ പോകുന്നു തോന്നുമ്പോഴും ആകെയുള്ളൊരു ആശ്വാസം തരങ്ങൾ 5 നേരത്തെ നിസ്കാരമാണ്. ഒരു മിനിമം 5 നേരം പള്ളിയിൽ പോയിട്ട് നമ്മൾ നിസ്കരിച്ചാൽ സഹോദരങ്ങളെ, ഒരു മിനിമം ദീനും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. എത്ര തിരക്കുണ്ടെങ്കിലും 5 നേരത്തെ നിസ്കാരം പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളത്, അതിലൊരു കോംപ്രമൈസ് വരുത്താതിരിക്കുക എന്നുള്ളത്, അത് നിങ്ങൾ ആലോചിക്ക്. ഏത് തിരക്കിലും അത് നിലനിർത്താൻ പറ്റുന്നത് നമസ്കാരം 5 നേരത്തെ നമസ്കാരം നിശ്ചയിച്ച അള്ളാഹുവിന് സർവ്വസ്തുതിയും. അത് വല്ലാത്തൊരു അനുഗ്രഹമാണ് അള്ളാഹിനെ ഓർക്കാനുള്ളത്, അല്ലേ? രാവിലെയും വൈകുന്നേരത്തും ദിക്റുകൾ ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് അത്യാവശ്യമുള്ള ദിക്റുകൾ ഓതുക എന്നുള്ളത്, ഒരു ദിവസം കുറച്ചെങ്കിലും ഒരു 4-5 ആയത്തെങ്കിലും അർത്ഥറിഞ്ഞിട്ട് ഓതി അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുക എന്നുള്ളത്. എവിടേക്കാണ് സഹോദരങ്ങളെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഈ ദുനിയാവ് ഒരു വഞ്ചനാ ചരക്ക് മാത്രമാണ്, ഒരു വഞ്ചനാ ചരക്ക്. ഇത് നമ്മളെ കബളിപ്പിക്കും, ഇത് വഞ്ചനയുടെ മുതലാണ്, ഇത് വഞ്ചിക്കാൻ മാത്രമുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലേ? ഈ ദുനിയാവിനെ പറ്റി എന്താ പറഞ്ഞത്? അത് നമ്മളൊരു വഴിയാത്രക്കാരനെ പോലെയാണ് ആയിരിക്കണം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്. നീ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാകണം എന്ന് പറയുമ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു പേപ്പർ ശരിയാക്കാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് പോയി,
തിരുവനന്തപുരത്ത് പോയി. അവിടെ എന്താ ചെയ്യുക? പേപ്പർ ശരിയായില്ല, നമ്മൾ വിചാരിച്ച പേപ്പർ ശരി. നമ്മളോട് പറഞ്ഞു നാളെ ക്ലർക്ക് ലീവാണ്, നാളെ വരും, ഏകദേശമൊക്കെ സെറ്റാണ്, നാളെ ഓർഡർ അടിച്ച് തരും എന്ന് പറയുമ്പോൾ നമ്മളെന്താ ചെയ്യുക? ഏതായാലും ഇവിടെ നിൽക്കുക, ഒരു റൂം എടുക്കാൻ പോവും അല്ലേ? സെക്രട്ടേറിയറ്റിൻ്റെ അടുത്ത് ഏറ്റവും വില കുറഞ്ഞ റൂം ഏതാ നോക്കി നമ്മൾ പോവും. നമ്മൾ എന്തേ നോക്കുള്ളൂ? കിടക്കാൻ സ്ഥലമുണ്ടോ, നല്ലൊരു ബാത്റൂം ഉണ്ടോ എന്നേ നമ്മൾ നോക്കുള്ളൂ. നമ്മൾ വലിയ റൂമൊന്നും എടുക്കൂല അല്ലേ? അങ്ങനെ എടുത്ത ഒരു റൂമിൽ നിങ്ങൾ കിടക്കണ ആലോചിച്ച് നോക്കി. നാളെ നമുക്ക് പേപ്പർ കിട്ടും, നാളെ തിരിച്ച് KSRTC ട്രെയിൻ തൽക്കാലം കിട്ടുമോ നോക്കി, അത് കിട്ടുമെങ്കിൽ അങ്ങനെ പോരും, എങ്ങനെയൊക്കെ മാർഗമുണ്ടോ, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ബസ്സുണ്ടോ നോക്കും. ഒക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ ആ റൂമിൽ ഇങ്ങനെ കിടക്കുമ്പം അതിൻ്റെ ചുമരൊക്കെ ഇങ്ങനെ കേടെന്തുകൾ. നമ്മൾ ആരെങ്കിലും ആ ചുമര് നന്നാക്കണതിനെ പറ്റി ആലോചിക്കലുണ്ടോ? അല്ലേ? ആ പെയിൻ്റൊക്കെ മോശമാണല്ലോ, ഇനി ഇവിടെ പെയിൻ്റ് അടിച്ചണമെന്ന് നമ്മൾ ആലോചിക്കുമോ? കാരണം എന്താ? നമ്മൾ നാളെ പോകും, നമ്മളെ പേപ്പർ നാളെ കിട്ടും, നമ്മൾ നാളെ പോകും, നാളെ വേറെ ആരെങ്കിലും ഒന്ന് ഇവിടെ നിൽക്കും, നമ്മളെന്തിനപ്പോൾ ഇത് നോക്കണ്? അതേപോലെയാണ് സഹോദരങ്ങളെ ദുനിയാവ്. ഒരു വഴിയാത്രക്കാരന് ഒരു സ്ഥലത്ത് ഇറങ്ങി ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ, ഒരു സ്ഥലത്ത് കാറിൽ നമ്മൾ വന്ന് ഫോണിൻ്റെ അടി ഒന്ന് ചായ കുടിച്ചാന്ന് കണ്ട് ഒരു ചായ കുടിച്ചാൻ ഇറങ്ങിയിട്ട് നമ്മൾ ആ ചായ കുടിക്കുമ്പം ആ പുറത്തുള്ള പരിസരത്തോട് നമുക്ക് എന്ത് മാത്രം ബന്ധമുണ്ടാകും? ആ ഒരു ബന്ധമാണ് ഒരു വിശ്വാസിക്ക് ദുനിയാവിനായിട്ടുള്ളത്. ദുനിയാവ് വേണ്ട നല്ല സഹോദരങ്ങളെ. ദുനിയാവ് ഒരിക്കലും ആഖിറത്ത് നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലേക്ക് ഇടപെടാൻ സമ്മതിക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ ടാർഗറ്റ് ആഖിറത്താണ് അല്ലേ? വൽ ആഖിറത്തു ഖൈറും വ അബ്ക. എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തു അഅല ഓതുകയാണ്. വൽ ആഖിറത്തു ഖൈറും വ അബ്ക, ഖൈറും വ അബ്ക, ഖൈറും വ അബ്ക. ആഖിറത്താണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്, എന്നെന്നും ബാക്കിയാകുന്നത് ആ ആഖിറത്താണ് എന്ന് നിരന്തരം ഓർമ്മിക്കാണ്. വഫിൽ ആഖിറത്തി ഖൈറുൻ വൽ ആഖിറത്തു ഖൈറും വ അബ്ക. എന്നിട്ടോ ഫീ സുഹഫി ഇബ്രാഹീമ വ മൂസ. അതന്നെയാണ് മൂസൻ്റെയും ഇബ്രാഹിമിൻ്റെയും ഏടിലുള്ളത്. ഈ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത ഏടുകളിൽ മുഴുവനുള്ളത് അതാണ്. ഈ ദുനിയാവ് ബാക്കിയാവൂല, ആഖിറത്താണ് ബാക്കിയാകണത്. അതുകൊണ്ട് ആ ആഖിറത്തിനു വേണ്ടി പണിയെടുത്തോളി മക്കളെ എന്നതാണ് സഹോദരങ്ങളെ. അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹുവിനെയാണ് എനിക്കിഷ്ടമെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആഖിറത്താണ് ബാക്കിയാകുന്നത്. അതുകൊണ്ട് ആ ആഖിറത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താ? ആ റബ്ബിനെ കാണുക എന്നുള്ളതാണ്. ഈ രണ്ട് കണ്ണുകൾ കൊണ്ട് നാളെ 14-ാം രാവിലെ ചന്ദ്രനെ കാണുന്നത് പോലെ ഒരു മറയില്ലാതെ അള്ളാഹുവുമായി സംസാരിക്കുന്ന, അള്ളാഹുവിനെ കാണുന്ന ഒരു ഏറ്റവും സന്തോഷകരമായ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നാളെ പരലോകത്ത് റബ്ബിനെ കാണലാണ്. ആ കാണാനുള്ള ഭാഗ്യം ഉണ്ടാകണമെങ്കിൽ പടച്ചോനെ സ്നേഹിച്ച് പടച്ചോൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കോംപ്രമൈസും വരുത്താതെ. എന്തൊക്കെ ദുനിയാവിൽ നഷ്ടങ്ങളുണ്ടായി. ഒരു വീട് വെക്കാൻ പറ്റിയില്ല, ആരും കടം തന്നില്ല, വാടക വീട്ടിൽ കിടന്ന് മരിക്കേണ്ടി വന്നു. ഒരു സങ്കടമില്ല സഹോദരങ്ങളെ. വാടക വീട്ടിൽ കിടന്ന് മരിച്ചാൽ നാളെ പരലോകം നഷ്ടപ്പെടൂല. നാളെ ഖബറിലെ ചോദ്യം നീ സ്വന്തമായ പൈസ കൊടുത്ത വീട്ടിലാണോ വാടക വീട്ടിലാണോ കിടന്നത് എന്നല്ല ഖബറിൽ ചോദിക്കുക. ഖബറിൽ ചോദിക്കുക എന്താണ്? അല്ലേ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീടുണ്ടായിരുന്നോ അല്ലേ എന്നല്ല ഖബറിൽ ചോദിക്കുക. സഹോദരങ്ങളെ, ഖബറിൽ നിന്റെ റബ്ബാരാണ്, നിന്റെ പ്രവാചകനാരല്ലേ, നിന്റെ ഇമാമാരാണ്, നിന്റെ നബി ആരാണ് എന്ന ചോദ്യമാണ്. മുർസലുകൾക്ക്, ദൈവദൂതന്മാർക്ക്, മുർസലീകൾക്ക് എന്തുത്തരമാണ് ജീവിതം കൊണ്ട് നൽകിയത് എന്ന് മാത്രമാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അതുകൊണ്ട് അതിന് നമ്മൾ മറുപടി പറയേണ്ടത് ജീവിതത്തിലൂടെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിലൊരു വീഴ്ച വരുത്താതിരിക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. ഒരു തടസ്സം അള്ളാഹുവിൻ്റെ ദീൻ അനുസരിക്കുന്നതിൽ, അതേത് കാര്യത്തിലാണെങ്കിലും അതിന് ഓരോന്നിനും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. ദീനിനെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളും, ദീനിനെ നിങ്ങളോട് പറയാനുള്ള ഒരു പോയിന്റ് അതാണ്, പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ദീനിനെ തല കുത്തനെ മനസ്സിലാക്കരുത്. ഒരു സ്ത്രീ വന്നിട്ട് അബോർഷൻ നടത്തി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങൾ മനസ്സിലാക്കുക. ദീനിനെ തലകുത്തനെ മനസ്സിലാക്കണതിനെ ഒരു ഉദാഹരണം പറയണം. അബോർഷൻ നടത്തി തരണം. അപ്പോൾ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പം എന്തിനാണ് അബോർഷൻ നടത്തുന്നത് ചോദിച്ചപ്പം ഹജ്ജിന് കിട്ടിയിട്ടുണ്ട്, ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്താ ഇപ്പം കഥ? ചില ആൾക്കാർ നോമ്പിന് കാണാൻ പള്ളിക്ക് സ്ഥിരമായിട്ട് തറാവീക്ക് വന്നിട്ട് ഒറ്റയ്ക്ക് സ്കരിച്ചനാണ്, എന്നിട്ട് തറാവി ജമാഅത്തിന് കൂടണാണ് അല്ലേ. തഹജ്ജുദ് സ്കരിച്ച് കണ്ട് കടന്നുറങ്ങി സുബൈ പോകാറുണ്ട്. എന്താ ഇപ്പം അവസ്ഥ?
അപ്പോൾ ദീനിനെ തല കുത്തനെ, ദീനിൽ അള്ളാഹുവും റസൂലും പ്രാധാന്യം കൽപ്പിച്ച കാര്യങ്ങളുണ്ട്. അതിൽ ഫർളിനാണ് മുൻഗണന. സുബൈ ജമാഅത്തായിട്ട് പങ്കെടുക്കണം അല്ലേ? തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സുബൈ ജമാഅത്ത് പോകുക എന്ന് പറഞ്ഞാൽ അതെന്ത് ദീനാണ് സഹോദരങ്ങളെ? ഹജ്ജിന് പോകാൻ വേണ്ടി അബോർഷൻ നടത്തുക എന്ത് ദീനാണ്? അപ്പം അതുകൊണ്ട് ദീനിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദീനിൻ്റെതായ ചില കാര്യങ്ങളുണ്ട്, ചില ഉസൂൽ, ചില അടിസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഫർളിനാണ് മുൻഗണന. ഫർളിൽ കോംപ്രമൈസ് വരുത്താൻ പാടില്ല. ഫർള് പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ സുന്നത്തെടുക്കുക, അല്ലാതെ ഫർള് നഷ്ടപ്പെടുത്തിയിട്ടല്ല സുന്നത്തെടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് വലിയ പാപമാണ്, വലിയ പാപമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു എല്ലാം കാണും, അള്ളാഹു എല്ലാം കേൾക്കും എന്ന് പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മൊയ്തീൻ ഷെയ്ഖ് കേൾക്കും, മൊയ്തീൻ ഷെയ്ഖ് കാണുമെന്ന് പറയാം അല്ലേ? നമ്മൾ മമ്പറത്തേക്ക് പോവുക, അവിടുത്തെ കുരുത്തക്കെട് തട്ടും. ചില ആൾക്കാർ പറയും, ഇജ്ജ് കട്ടെടുത്തുകണോ ചോദിച്ചാൽ ഇജ്ജ് അങ്ങനെ ചെയ്തുകണോ ചോദിച്ചാൽ വല്ലാഹി ഞാൻ ചെയ്തിട്ടില്ല. എന്നാ മമ്പറത്തെ തങ്ങളെ പാപ്പാൻ്റെ പേരിൽ സത്യം ചെയ്യാറിയുമ്പോൾ അത് പറ്റൂല. അള്ളാഹിൻ്റെ പേരിൽ വല്ലാഹി ഞാൻ എടുത്തിട്ടില്ല അറിയാം. ഇനി മമ്പറത്തെ തങ്ങൾ പാപ്പാൻ്റെ പേരിൽ സത്യം ചെയ്യാൻ പറഞ്ഞാലോ അത് ഓന് പേടിയാണ്, കുരുത്തക്കേട് ഇട്ടും. പഠിച്ചോൻ്റെ കുരുത്തക്കേട് ഓന് പേടിയില്ല. സഹോദരങ്ങളെ, ഇതല്ലാതെ പിന്നെ എന്താണ് ശിർക്ക്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യുക, അള്ളാഹുവിന് മാത്രം നേർച്ച നേരുക. ഇതന്നെയാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ, ഇപ്പോൾ വണ്ടി കൊണ്ടുപോയിക്കാണ്ട് എന്താണ്, പുതിയ വണ്ടി എടുത്തുകണ്, എന്നിട്ട് ജാറത്തിൻ്റെ അവിടെ കൊണ്ടുപോയി ഒരു പച്ച തുണിയൊക്കെ ഇട്ട് മൂടുക. ബൈക്കുമരൊക്കെ ഉണ്ട് ഒരു സാധനം കെട്ടി വെച്ചിരിക്കണ്. ചില ആൾക്കാരെ ബൈക്കുമ്മ കാണാൻ ഒരു കെട്ട്, ജാറത്ത് കൊണ്ടുപോയിക്കാണ്ട് എന്തൊരു സാധനം കെട്ടിയിരുന്നു. ബൈക്ക് ആക്സിഡൻ്റ് ആകാതെക്കാം. എന്താ ഇപ്പോൾ ബൈക്ക് ആക്സിഡൻ്റ് ആകാതെക്കാം? എന്നിട്ട് അത് തിരിച്ചു വരുമ്പോൾ ആക്സിഡൻ്റ് ആയി. അപ്പോൾ കളിയാക്കിയപ്പം പറയാണ് ആ ബജ്ജിന് പോയിട്ട് ആൾക്കാർ മരിച്ചില്ലെന്ന്. ഹായ്, എന്താ മറുപടി? ജാറത്തുനിന്ന് കെട്ടി വന്ന ബൈക്ക് ആക്സിഡൻ്റ് ആയതിൻ്റെ മറുപടി എന്താണ്? ജാറത്തെ ഹജ്ജിന് പോകുമ്പോഴും ആൾക്കാർ മരിച്ചണില്ലെന്ന്. സഹോദരങ്ങളെ, ഇതന്നെയാണ് പരീക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് കൊടുക്കേണ്ട വില നമ്മൾ കൊടുക്കണം. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകളെ നമ്മൾ അനുസരിക്കുക എന്നുള്ളത്. അതിനെന്താ നിങ്ങൾ അനുസരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ തൗബ ചെയ്യുക, അല്ല പശ്ചാത്തപിക്കുക എന്നല്ലാതെ അതിനൊരിക്കലും ന്യായീകരിക്കാൻ പോകരുത്. അത് വലിയ തെറ്റാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന ധിക്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. നേരെ മറിച്ച് ആ ധിക്കാരത്തെ ന്യായീകരിക്കുക എന്നുള്ളത് അത് കുഫറാണ് അല്ലേ? പലിശ ഞാൻ നിർബന്ധ ഘട്ടത്തിൽ വാങ്ങിപ്പോയതാണ്, പടച്ചോനെ മാപ്പാക്കണേ എന്ന് പറയണം. എന്തറിയോ, അത് തെറ്റാണെങ്കിലും ആ പലിശ വാങ്ങിയൊരു പശ്ചാത്താപമുണ്ട്. നേരെ മറിച്ച് ഒരാൾ പറയാണ് ഇന്നത്തെ കാലത്തെ പലിശയൊന്നും തെറ്റല്ല, അതൊക്കെ നബിൻ്റെ കാലത്ത് പറഞ്ഞ പലിശ എന്ന് പറഞ്ഞാൽ അത് ഈ പലിശല്ല, ഇത് വേറെ പലിശയാണ്, ഈ പലിശയിലൊന്നും തെറ്റില്ല എന്ന് പറയുന്നത് അത് കുഫറാണ്, അത് ന്യായീകരണമാണ്, തെറ്റുകളെ ന്യായീകരിക്കലാണ്. അതിനേക്കാൾ വലിയ തെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നമ്മൾ ഗൗരവമായിട്ട് കാണണം. അള്ളാഹുവിനെയും റസൂലിനെയും പരിഹസിക്കരുത്. അള്ളാഹുവിനെ റസൂലിനെയും പരിഹരിക്കുക എന്നുള്ളത് അത് കുഫറാണ്. അതുകൊണ്ട് അള്ളാഹുവിനും റസൂലിനും ജീവിതത്തിൽ നൽകേണ്ട വില നൽകിക്കൊണ്ട് ആ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും കൽപ്പനകൾ നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അതിനാണ് നമ്മൾ ഈ പ്രസ്ഥാനം, ഈ സംരംഭങ്ങളും, ഇപ്പം നമ്മൾ പീസ് റേഡിയോ ആയാലും, നമ്മൾ അന്നൂർ ഖുർആൻ പഠന പദ്ധതി ആയാലും, ലൈഫ് കോഴ്സായാലും, നമ്മളിവിടെ പള്ളിക്ക് നടന്ന ഖുർആൻ ക്ലാസ് ആയാലും, ഹദീസ് പാഠായാലും, ഇതൊക്കെ എന്തിനാണ്? ഈ അള്ളാഹുവും റസൂലും കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് അല്ലേ? ഒരാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുമ്പോഴല്ലേ. ഇപ്പം നമ്മളെ ഭാര്യ നമ്മൾ കാലങ്ങളായിട്ട് നമ്മളെ കൂടെ ഉള്ളതാണ്. ഇപ്പം നമുക്കറിയാം നമ്മൾ വരുമ്പം എന്തൊക്കെയാണ് വേണ്ടത് അല്ലേ? നമ്മളെ കള്ളിത്തുണി എടുത്തുകൊണ്ടെന്ന് തരും, നമുക്ക് സോപ്പ് കൊണ്ടുവന്ന് തരും, അല്ലെങ്കിൽ വെള്ളം ചൂടാക്കി തരും. അങ്ങനത്തൊക്കെ എന്താ, നമ്മളെ ഇഷ്ടങ്ങൾ അറിയണോണ്ടാണ്. തിരിച്ചും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരാളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുക, അതിനെ പരിഗണിക്കുക എന്നുള്ളതാണ് ഒരാളോട് സ്നേഹം കാണിക്കാന്ന്. നിങ്ങൾ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, അത് ബോധ്യപ്പെടുത്തണം. സ്നേഹമുണ്ട് അല്ലേ? നമ്മൾ പറയും സ്നേഹമുണ്ട്, ഞാൻ എന്നല്ലാതെ വേറെ ആരെ സ്നേഹിക്കണ്, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കത് ബോധ്യപ്പെടണം. അതെപ്പോഴാണ് ഉണ്ടാകുക? അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളെ അറിഞ്ഞുകൊണ്ട് പരിഗണിക്കുമ്പോഴാണ് ഒരാൾ സ്നേഹമുണ്ടെന്ന് തെളിയിക്കുക. അത് അള്ളാഹിനോട് റസൂലിനോട് എങ്ങനെ സ്നേഹിക്കുക? അത് നമ്മൾ കൂടുതൽ അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങൾ ഏതാണ് എന്ന് നമ്മൾ അറിയണം.
അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നബി പഠിപ്പിച്ചത് എന്ന് നമ്മൾ അറിയണം. അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രവാചകന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മൾ പഠിക്കണം, അത് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് സഹോദരങ്ങളെ ഈ ദീനിൻ്റെ പഠന സംരംഭങ്ങൾ മുഴുവനും. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇമാം ബുഖാരി ഒരു ജീവിതകാലം മുഴുവൻ ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി എഴുതാൻ വേണ്ടി ചെലവഴിച്ച സമയം അല്ലേ, അത് തേടി പിടിച്ച് കണ്ടെത്തി, അത് റൗള ഷരീഫിൽ പോയിട്ട് ഓരോ ഹദീസിനും 2 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കരിച്ചു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഓരോ ഹദീസും എഴുതുന്നതിന് മുമ്പ് അദ്ദേഹം 2 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കരിച്ചു. അപ്പോൾ എത്ര റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കരിച്ചിട്ടുണ്ടാവും? അങ്ങനെ എഴുതിയ ഹദീസ് ഗ്രന്ഥമാണ് ബുഖാരി. ഇന്നും ആളുകൾ അത് വായിക്കുന്നു, ഉൾക്കൊള്ളുന്നു. അതിന് കിട്ടുന്ന പ്രതിഫലം എത്രയാണ് സഹോദരങ്ങളെ. അപ്പം അതുകൊണ്ട് ആ അറിവ് അത് നേടാൻ അതൊക്കെ ചെയ്തു വെച്ചത് എന്തിനാണ്? ഇതൊക്കെ വായിക്കാനും പഠിക്കാനും പ്രയോഗവൽക്കരിക്കാനും പ്രബോധനം ചെയ്യാനും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും. ഈ പ്രകാശത്തെ അത് അള്ളാഹു നിലനിർത്തും. നമുക്കതിൽ എന്ത് പങ്കുണ്ട് എന്നാണ്. എന്ത് ചെയ്യാൻ പറ്റും സഹോദരങ്ങളെ? നമുക്ക് എഴുതാൻ പറ്റുമോ? എഴുതാം. നമുക്ക് പറഞ്ഞുകൊടുക്കാൻ പറ്റുമോ? പറഞ്ഞുകൊടുക്കാം. ഒന്നും പറ്റൂലെങ്കിൽ ഒരു പീസ് റേഡിയോൻ്റെ ലിങ്കെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കുക. അറിയാത്തമാർക്ക് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. നല്ല ആൻഡ്രോയിഡ് ഫോണൊക്കെ മക്കൾ കൊടുത്ത് എല്ലാ അമ്മമാരുടെ കയ്യിലുണ്ടാവും. ഒരു കല്യാണത്തിനോ തക്കാരത്തിനോ ഒക്കെ പോകുമ്പം ആ ആപ്പ് സ്റ്റോർ തുറന്നിട്ട് പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ ഓണാക്കാൻ പഠിപ്പിച്ചാൽ വെറുതെ ഇങ്ങനെ നിൽക്കണ നേരത്തെ സഹോദരങ്ങളെ പൂനിലാവും അറിവുനിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കേൾക്കുന്നതിന് പകരം വിശാലമായ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും യഥാർത്ഥ മൻഹജിൽ നിന്നുള്ള ആ അറിവ് പ്രവാചകൻ എങ്ങനെയാണോ സഹാബത്തിനെ പഠിപ്പിച്ചത്, സഹാബത്ത് എങ്ങനെയാണോ അത് താബീകൾക്ക് കാണിച്ചു കൊടുത്തത്, ആ മൻഹജനുസരിച്ച് ദീൻ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒട്ടനവധി സംരംഭങ്ങൾ സഹോദരങ്ങളെ, അത് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, അത് പ്രബോധനം ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള പ്രതിഫലം നമുക്ക് നൽകുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മളെ ഇതേപോലെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും, ശാരീരികവും മാനസികവുമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും കുടുംബത്തെയും രക്ഷിക്കുമാറാകട്ടെ. 70,000 ആളുകൾ നാളെ വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുമെന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ പ്രവചനമുണ്ട്. ആ 70,000-ൽ അള്ളാഹു നമ്മളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുമ്മ അഹ്യിനാ അലൽ കിതാബി വസ്സുന്ന വഅമിത്നാ മഅൽ ഈമാനി വത്തൗബ. തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ തുഅതിക്. ആമീൻ ആമീൻ برحمتك يا أرحم الراحمين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين.